ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായി നമ്മളോട് കൂടെയുള്ളത് ഡോക്ടർ അസിൻഷ AS, ക്യൂറോ കെയർ ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ഡോക്ടർ അസിൻഷ. നമുക്കറിയാം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കോമൺ ആണ്. അതിലൊരുപാട് ഡൗട്ട്സുകളും നമുക്കുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡായി ഡോക്ടർ അസിൻഷയോട് ചോദിക്കാം. നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പറ്റി ഒരുപാട് കേൾക്കാറുണ്ട്. ബട്ട് എന്താണ് എക്സാക്ട്ലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ജീവിതശൈലിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ സാധാരണയായി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഡ് ആയിട്ടുള്ള മിക്കവാറും രോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അല്ലാത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. കോമൺലി നമ്മൾ കാണുന്ന ഇൻഫെക്ഷൻസ് ആയാലും അങ്ങനത്തെ വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അങ്ങനെയാണ് നമ്മൾ കോമൺലി കാണുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഇൻറ്റേർണലി ഉള്ള കുറച്ച് ഘടകങ്ങൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്തത് കാരണമാണ് ഈ അസുഖങ്ങൾ നമുക്ക് ബാധിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ പ്രോപ്പറായി വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുന്ന റുട്ടീൻ, അതിനകത്ത് നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള പൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന നമ്മുടെ വർക്ക് പ്ലേസിലെ എൻവയോൺമെൻറ്റിലുള്ള സ്ട്രെസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതശൈലിയാണ്. അതാണ് നമ്മുടെ റുട്ടീൻ. അപ്പോൾ അത് ഈ അസുഖങ്ങൾ വരാനുള്ള കാരണമാവുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് കാരണമാണ് ഈ അസുഖങ്ങൾ നമുക്ക് വരുന്നത് എന്ന് പറയുമ്പോഴും രണ്ട് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിന് ഒരേ രീതിയിലായിരിക്കില്ല ഇത് എഫക്റ്റ് ആവുന്നത്. ഇപ്പോൾ ഓരോ ആൾക്കാരുടെയും ശരീരപ്രാകൃതം വ്യത്യാസമാണ്. ഇപ്പം ഒരേ ജീവിതശൈലി ജീവിക്കുന്ന രണ്ട് ഡിഫറെൻ്റ് ആൾക്കാർക്ക് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കാം ഒരു അസുഖം വരുന്നത്. ചില ആൾക്കാർക്കൊരു പ്രശ്നവും കാണില്ല, ചില ആൾക്കാർക്ക് അസുഖങ്ങൾ വരാം. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ നമ്മൾ കോമൺലി ഒരു സിംഗിൾ ടേമിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ജീവിതശൈലി രോഗങ്ങളെന്ന് വിളിക്കുന്ന എല്ലാവർക്കും കോമൺലി അറിയാവുന്ന അസുഖങ്ങൾ, ഇപ്പോൾ കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ അഥവാ കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, നമ്മൾ കോമൺ ടങ്കിൽ പ്രഷർ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന അസുഖം, അതേപോലെ തന്നെ ഡയബറ്റിസ്, നമ്മൾ ഷുഗർ എന്ന് കോമൺലി വിളിക്കുന്ന അസുഖം. ഇതെല്ലാം തന്നെ മൾട്ടി ഫാക്ടോറിയലാണ്. ഒരുപാട് റീസൺസ് ഉണ്ട് ഈ അസുഖങ്ങൾ വരുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും. അതേപോലെ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ജീവിതശൈലിയുമായി ഇത് ഒരുപാട് ലിങ്ക്ഡായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവയെ ജീവിതശൈലി രോഗങ്ങളെന്ന് വിളിക്കുന്നത്, അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡയബറ്റിസ് ആയാലും ബ്ലഡ് പ്രഷർ ആയാലും മിക്കവാറും സാധാരണക്കാർ മനസ്സിലാക്കുന്നത് നമ്മൾ ഫുഡ് കൺട്രോളുകൾ വേണം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ എഫക്റ്റ് ചെയ്യുന്നത്? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാരുടെയും ജീവിതശൈലി ശരീരപ്രാകൃതം വ്യത്യാസമാണ്. പക്ഷേ എന്ന് പറയുമ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഘടനയെ ഡിസൈഡ് ചെയ്യുന്നതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കുന്നു, എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആഹാരം എന്ന് പറയുന്ന നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ ബോഡിയുടെ എനർജി, നമ്മുടെ ഫ്യൂവൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ആ കഴിക്കുന്നത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഘടനയെ മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓൾറെഡി ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രോണായിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ അസുഖത്തിലേക്ക് എത്തിക്കാൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഷുഗറും പഞ്ചസാരയുടെ കഴിക്കുന്നതിൻ്റെ അളവും ഡയബറ്റീസും തമ്മിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതലും കോറിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായ നിരക്കിൽ പഞ്ചസാര കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരുന്നതിനെക്കാട്ടിയും കൂടുതൽ റിസ്ക്, ലിവർ ഡിസീസസ് അങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഡയബറ്റീസ് കുറച്ചും കൂടെ ജനറ്റിക് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒരേ അളവിൽ പഞ്ചസാര കഴിക്കുന്ന രണ്ടാൾക്കാർക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് വന്നേക്കാം, മറ്റേ ആൾക്ക് വരാതിരിക്കാം. അത് ഓരോ ആൾക്കാരുടെ ശരീരക്രമം അനുസരിച്ചാണ്. പക്ഷേ നമ്മൾ വേറൊരു അസുഖം എടുക്കുകയാണ്, ഇപ്പോൾ കൊളസ്ട്രോൾ പോലുള്ള അസുഖം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ബാഡ് കൊളസ്ട്രോൾസ്, ട്രാൻസ് ഫാറ്റ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് ബാഡ് കൊളസ്ട്രോൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അത് നമ്മുടെ
ബ്ലഡ് വെസൽസിൽ ഉൾപ്പെടെ ഡെപ്പോസിഷൻ വന്നിട്ട് വളരെ ഗുരുതരമായ കണ്ടീഷൻസിലേക്ക് പിന്നെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറയുന്ന പോലെ ബാഡ് കൊളസ്ട്രോൾസ്, പ്രത്യേകിച്ച് റീയൂസ്ഡ് ഓയിൽസ്, ട്രാൻസ് ഫാറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഹെൽത്തി ഫാറ്റ്സിൻ്റെ അളവ് വളരെ കുറവാണ്. ഹെൽത്തി ഫാറ്റ്സിൻ്റെ അളവ് കുറയുകയും അൺഹെൽത്തി ഫാറ്റ്സിൻ്റെ അളവ് നമ്മുടെ ഡയറ്റിൽ കൂടുകയും ചെയ്യുമ്പോൾ ഇത് കൊളസ്ട്രോൾ എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. കേരളത്തിലെ പോപ്പുലേഷൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ കൂടുതലും എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഓഫീസ് വർക്കിലാണ്. അപ്പോൾ സെഡൻറ്ററി വർക്കാണ്, അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനെ ഈ സ്ട്രെസ്സ് തന്നെ ഓവർ ഈറ്റിംഗ്, ഫാസ്റ്റ് ഫുഡ് കൾച്ചറിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. എസ്പെഷ്യലി IT പ്രൊഫഷണൽസിൻ്റെ ഇടയിലൊക്കെ മീൻസ് നമുക്ക് വർക്കിനെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഫുഡ് കുക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ വളരെ കുറവാണ്. നമ്മുടെ മൊത്തത്തിലുള്ളൊരു വർക്ക് കൾച്ചർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഫാസ്റ്റ് ഫുഡിൻ്റെ അളവ് കൂടുക, അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അളവ് കുറയുക, സെഡൻറ്ററി ലൈഫിൻ്റെ ടൈം കൂടുന്നത് എല്ലാം ഈ പറയുന്ന പോലെ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ കൂട്ടുന്നതിന് ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. നമുക്കറിയാം, പണ്ട് നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള ക്ഷമ പോലും നമുക്കില്ല. നമ്മൾ ഓൺലൈനിലാണ് ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈവൻ മോർ ബാഡ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതും ഈ പറഞ്ഞ കണക്കാണ്. നമ്മൾ തന്നെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് തോന്നിയാലും നമുക്കത് തോന്നുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ വീട്ടിലെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു സ്ഥലം വരെ പോകണം, യാത്ര ചെയ്ത് പോകണം, പിന്നെ അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരു കൺവീനിയൻ്റ് ഓപ്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. അറ്റ് ഹോം നമുക്കെല്ലാം ഇപ്പോൾ വീട്ടിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു നമ്മൾ പുറത്ത് പോകുന്നൊരു ഡ്രസ്സപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. നമ്മളൊരു ഫോണിലൊരു ക്ലിക്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് നമ്മുടെ അടുത്ത് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് ഫുഡ് കൺസംഷൻ്റെ റേറ്റ് ഇത് കാരണം കൂടും. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ബാക്കി ഡോക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ ഒരു ഫണ്ടിന് വേണ്ടി പറയാറുള്ളൊരു ടേമാണ് ക്ലോഫോ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ ലിങ്ക്ഡ് ടു ഓൺലൈൻ ഫുഡ് ഓർഡറിങ്. ചിലപ്പോൾ ഇനി ഭാവിയിൽ അതൊരു റിസർച്ച് ടോപ്പിക്കായി വന്നേക്കാം. അപ്പം അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കോമൺലി നമ്മൾ ക്ലിനിക്സിൽ കാണുന്ന പേഷ്യൻസിൽ നമ്മളിപ്പോൾ ഫുൾ ബോഡി ചെക്കപ്സ്, സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ, കൊളസ്ട്രോൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരിൽ മിക്കവാറും അവരുടെ ഹിസ്റ്ററിയിൽ ഒരു ഓൺലൈൻ ഫുഡ് ഓർഡറിങ്ങിൻ്റെ അളവ് വളരെ കൂടി നിൽക്കുന്ന ഒരു ഹിസ്റ്ററി നമ്മൾ അതൊരു കോറിലേഷൻ ഉള്ള പോലെ തന്നെ കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, കോർപ്പറേറ്റ്സിലായാലും ഇന്നത്തെ വർക്ക് സ്റ്റൈലായാലും ഫുഡ് മാത്രമല്ല, നമ്മളെ വർക്കും വളരെയധികം സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? മെൻ്റൽ സ്ട്രെസ്സും ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് ഡയറക്റ്റ്ലിയും ലിങ്ക് ഉണ്ട്, ഇൻഡയറക്റ്റ്ലിയും ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം മെൻ്റൽ സ്ട്രെസ്സ് കാരണം ഡയറക്റ്റ് ലിങ്ക് വഴി ഇപ്പോൾ കൊളസ്ട്രോൾ പോലുള്ള അസുഖം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിന് ഡയറക്റ്റ് കോസേഷൻ കുറവായിരിക്കും. പക്ഷേ നമ്മളുടെ സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെസ് ഈറ്റിംഗ്, അതേപോലെ തന്നെ സ്ട്രെസ്സ് കാരണം ഈ പറയുന്ന കണക്ക് ഫുഡ് ഓർഡറിങ്ങിൻ്റെ അളവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് കോറിലേഷൻ വന്നേക്കാം. പക്ഷേ BP പോലുള്ള ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും മെൻ്റൽ സ്ട്രെസ്സ് കാരണവും അതേപോലെ തന്നെ സ്ട്രെസ്സ് കാരണമുള്ള സ്ലീപ്പ് ഡിപ്രിവേഷൻ കാരണമൊക്കെ ഡയറക്റ്റ്ലി തന്നെ ബ്ലഡ് പ്രഷർ കോൺസ്റ്റൻ്റ്ലി റൈസായി നിൽക്കുന്ന സിറ്റുവേഷൻസ് വന്നേക്കാം. ഇത് ഒരു ക്രോണിക്കായിട്ട് കുറേ നാൾ ഈ സ്ട്രെസ്ഫുൾ സ്റ്റേറ്റ് തുടരുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹൈപ്പർ ടെൻഷൻ, ക്ലിനിക്കലി ഡയഗ്നോസിബിൾ ഹൈപ്പർ ടെൻഷനിലേക്ക് തന്നെ പോകാനുള്ള റിസ്ക്കുമുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാറില്ല നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആൾക്കാരെ അവെയർ ആക്കാൻ പറ്റും? കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളെയൊക്കെ ക്ലിനീഷ്യൻസ് കോമൺലി സൈലൻറ്റ് കില്ലേഴ്സ് എന്നാണ് വിളിക്കാറ്. അത് കാരണം അത് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുമ്പോഴേ നമുക്ക് നോട്ടിസബിൾ ആയിട്ടുള്ള സിംറ്റംസ് വന്നു തുടങ്ങത്തുള്ളൂ. പക്ഷേ നമുക്ക് ചെറിയ അളവിൽ ഇത് നമ്മുടെ ഉള്ളിൽ കാണും, നമ്മളത് കണ്ടുപിടിക്കാതെ പോവും. പക്ഷേ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ അസുഖം എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് നോട്ടിസബിൾ സിംറ്റംസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നോട്ടിസബിൾ സിംറ്റംസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനുള്ള റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതശൈലിയുടെ അതിനുള്ള റിസ്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ജനറ്റിക്കലി അതിനുള്ള റിസ്ക് ഉണ്ടെങ്കിൽ, അതൊരു റെഗുലർ ഇൻ്റർവെൽ അസസ് ചെയ്ത് നമ്മൾ ഈ അസുഖത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും, അസുഖത്തിൻ്റെ റിസ്ക് നമുക്കുണ്ടെങ്കിൽ മീൻസ് നമുക്ക്
ഈ അസുഖങ്ങളെല്ലാം തന്നെ നമ്മളപ്പോൾ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ടായാലും ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ് വെച്ചായാലും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഹൈപ്പർ ടെൻസീവ് എന്നുള്ളൊരു സ്റ്റേജും അറ്റ് റിസ്ക് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളൊരു ബി പി റേഞ്ചും ഉണ്ട്. അതേപോലെ തന്നെ ഡയബറ്റീസ് ആണെങ്കിലും നമുക്ക് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന റേഞ്ചും ഡയബറ്റിക് എന്ന് പറയുന്ന റേഞ്ചുണ്ട്. അപ്പോൾ പ്രീ ഡയബറ്റിക്കിലേക്ക് എത്തുവാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതശൈലി അതേപോലെ തന്നെ നമുക്ക് ജനറ്റിക് റിസ്ക് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ പ്രിക്കോഷൻസ് എടുത്ത് ഈ അസുഖം നമുക്ക് പ്രോപ്പർലി വരുന്നതെന്ന് പ്രിവെൻറ്റ് ചെയ്യുക ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളൊരാവശ്യമുണ്ട്. ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമുക്ക് എന്തൊക്കെ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുന്നതും ഒരു ക്ലിനീഷ്യൻ്റെ സപ്പോർട്ടോടുകൂടി മനസ്സിലാക്കി നമുക്ക് റിസ്ക് ഉള്ള കാര്യങ്ങളെ നേരത്തെ അസസ് ചെയ്യാനും നമുക്ക് ഓൾറെഡി അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അസുഖങ്ങളെ പ്രോപ്പർലി മാനേജ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രാധാന്യമാണ്. ഡോക്ടർ പറയുന്നത് നമുക്ക് ഒരു അസുഖം വരുന്നതിന് മുന്നേ നമ്മൾ റെഗുലർ ബേസിസിൽ മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഡോക്ടറെ കാണണം എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ അത് വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആയിട്ട് ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ മാനേജ്മെൻറ്റിലോട്ട് വരുമ്പോഴും നമ്മൾ കോമൺലി കാണുന്ന ഈ പകർച്ചവ്യാധികളെ വെച്ച് നോക്കുമ്പോൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ മാനേജ്മെൻറ്റിൽ എല്ലാത്തിലും മെഡിക്കേഷൻ മാത്രമല്ല വരുന്നത്. അതിനകത്ത് ഇത് ജീവിതശൈലി രോഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി മാറ്റുക എന്നുള്ളതും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് കോമൺലി ഞാനിപ്പോൾ പേഷ്യൻസൊക്കെ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരുടെയും ശരീരക്രമം വ്യത്യസ്തമാണ്. അപ്പം ഓരോ ആൾക്കാർക്കും പല രീതിയിലാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക. ചില ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വെച്ചിട്ട് തന്നെ ഇപ്പോൾ അസുഖത്തിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇപ്പം ക്ലിനിക്കൽ ഡയഗ്നോസ്ഡ് ഡയബറ്റീസിലും ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിയാൽ പോലും ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് ഗുളികകളൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് വെച്ചിട്ട് തന്നെ ഇത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയേക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയറ്റിനെയും എക്സസൈസിനെയും ഒരിക്കലും ആൾക്കാരൊരു തെറാപ്പിയുടെ ഭാഗമായിട്ട് കണക്കാക്കില്ല. അപ്പോൾ നമ്മളൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഡോക്ടർ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി റെജിമൻ അല്ലെങ്കിൽ ഒരു ഡയറ്റും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ വരുമ്പോൾ ഒരു റെസ്പിറേറ്ററി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോഴോ നമ്മൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിവൈറൽസ് കഴിച്ച് മാറുന്നത് പോലെ നമുക്ക് ഈ അസുഖങ്ങൾ മാറ്റാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇതൊരു എക്സ്റ്റേണൽ ഫാക്ടർ നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ കോസ് ചെയ്യുന്നൊരു പ്രശ്നമല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറിനെ റിമൂവ് ചെയ്താൽ മതി ഈ അസുഖം മാറാൻ എന്നുള്ളൊരു കാര്യം ഇതിനില്ല. നമ്മുടെ ബോഡിക്കുള്ളിൽ എന്തോ ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഡിസ്ഫങ്ഷൻ നമ്മുടെ ബോഡിയിൽ എന്തായാലും കാണും. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റ് എപ്പോഴും ലോങ് ടേം ആയിരിക്കും. അപ്പോൾ ഒരു ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ലോങ് ടേം ആയിട്ട് അത് കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മളൊരു എക്സസൈസ് റെജിമെനോ ഡയറ്റോ ഫോളോ ചെയ്യുകയാണെങ്കിലും അത് ലോങ് ടേം ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളുടെ നാട്ടിലെ ആൾക്കാർ പലപ്പോഴും പേഷ്യൻസിന് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ഇനീഷ്യലി ഡോക്ടറിനെ വന്ന് കാണും, എന്നിട്ട് ഈ അസുഖം കൺട്രോൾ ആവുന്നത് വരെ റെഗുലർലി BP ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ റെഗുലർലി 3 മാസം കൂടുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ അവർക്ക് ഗുളിക സ്റ്റാർട്ട് ചെയ്യാണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഇത് ശരിയാവും. ഇപ്പോൾ ശരിയായി കഴിയുമ്പോൾ ഈ അസുഖം ഭേദമായി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഇവർ ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി നിർത്തും. അത് ഗുളികയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡയറ്റാണെന്നുണ്ടെങ്കിലും നിർത്തും. പക്ഷേ ഇവരറിയാണ്ട് ഇവരുടെ ഉള്ളിൽ ഈ അസുഖം ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ മോണിറ്ററും കൂടെ ചെയ്യാതാവുമ്പോഴത്തേക്കും ഈ അസുഖം ഗുരുതരമായി വരും. പിന്നീട് ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻ എത്തുമ്പോഴായിരിക്കും ഈ അസുഖം അൺകൺട്രോൾഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം എക്സസൈസിൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, എക്സസൈസ് ഫ്രീക്കുകളായ ആൾക്കാർക്ക് വരെ സഡൻ ഹാർട്ട് അറ്റാക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ജനറലൈസ് ചെയ്യാൻ പാടില്ല. എക്സസൈസ് നല്ലതാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം എത്ര ലെവലിൽ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ നമ്മളിപ്പോൾ കോമൺലി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഈ റെഗുലർലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ജിമ്മിലൊക്കെ കുഴഞ്ഞു വീണത് കാണുമ്പോഴത്തേക്കും ഒരു തെറ്റായ രീതിയിലുള്ള മനോഭാവം ഉണ്ടായേക്കാം. ഓവർ എക്സസൈസ് മീൻസ് എക്സസൈസ് നമ്മളൊരു പരിധി കൂടുതൽ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ശാസ്ത്രീയമായി കൃത്യമായി അറിവില്ലാത്തൊരു കാര്യം ഒരിക്കലും
നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു ഹാഫ് നോളേജ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകരുത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാരണം നമ്മളിന്ന് കാണുന്നതാണ് നമ്മുടെ ലോകം മുഴുവനുള്ള സ്പോർട്സ് പേഴ്സൺസ് അവരെല്ലാം എന്തുമാത്രം ഫിസിക്കലി ആക്റ്റീവായിട്ടാണ് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതും എന്തുമാത്രം സ്ട്രെനുവസ് എക്സസൈസ് റെജിമെൻറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന്. അവർക്കൊന്നും ഇങ്ങനൊരു അസുഖം ഒരിക്കലും വരാൻ നമ്മൾ കാണില്ല. കാരണം അവർക്കെല്ലാം ഈ പ്രോപ്പർലി സയൻറ്റിഫിക്കലി ആണ് അവർ ഈ കാര്യങ്ങൾ അവരുടെ ഡയറ്റ്, എക്സസൈസ്, അതേപോലെ തന്നെ അവരുടെ റുട്ടീൻസ് എല്ലാം ഒരു സയൻറ്റിഫിക് ബേസിസിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവുകളിലാണ് അവർക്ക് കിട്ടുന്നത് എന്ന് അവർ ഉറപ്പ് വരുത്തുന്നതുകൊണ്ടാണ്. ആ രീതിയിൽ തന്നെ നമുക്കും ചെയ്യണം. അതിന് നമുക്കൊരു പേഴ്സണൽ ഫിസിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻ്റെയോ ആവശ്യമൊന്നും എല്ലാവർക്കും ഇല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രീയമായി അതിനെപ്പറ്റി അറിയാമെന്നുള്ള ഒരാളുടെ നമുക്കതിനെപ്പറ്റി ശാസ്ത്രീയമായ അറിവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായി അറിയാമെന്നുള്ള ഒരാളിൻ്റെ ഉപദേശപ്രകാരം അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ വർക്ക് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്, 3-4 മണിക്കൂർ മാത്രം ഉറക്കം കിട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കോൺട്രിബ്യൂഷൻ, സ്ലീപ്പിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? സ്ലീപ്പും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഡയറ്റും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഉറക്കവും. കാരണം നമ്മൾ ഒരു ദിവസം ഫുൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് നമ്മുടെ തലച്ചോറ് മുതൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും, മസിൽസ് വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് തരുന്ന ഒരു പ്രോസസ്സാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പ് പ്രോപ്പർലി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവർ യൂസ്ഡ് ആവുന്ന നമ്മുടെ എല്ലാ അവയവങ്ങളും, പ്രത്യേകിച്ചും നമ്മുടെ തലച്ചോറ് ഉൾപ്പെടെ ഉള്ള അവയവങ്ങൾക്ക് വർക്ക് ചെയ്തതിൻ്റെ റെസ്റ്റ് കിട്ടാതെ വരും. അപ്പോൾ റെസ്റ്റ് പ്രോപ്പർലി കിട്ടാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ഫങ്ഷനിങ് മോശമായി വരും. അത് ഓരോ അവയവത്തിനെയും വേറെ രീതിയിലായിരിക്കാൻ ബാധിച്ചിട്ടുണ്ടാവുക. പക്ഷേ എസ്പെഷ്യലി ബ്ലഡ് പ്രഷർ പോലുള്ള അസുഖങ്ങളൊക്കെ ഡയറക്റ്റ്ലി തന്നെ ഉറക്കക്കുറവ് കാരണം, കണ്ടിന്യൂസ് ക്രോണിക് സ്ലീപ്പ് ഡിപ്രിവേഷൻ കാരണം ഡയറക്റ്റ്ലി തന്നെ കോൺസ്റ്റൻ്റ്ലി ഹൈ ബ്ലഡ് പ്രഷർ വന്നിട്ട് ഒരു ക്ലിനിക്കലി ഡയഗ്നോസിബിൾ ഹൈപ്പർ ടെൻഷനിലേക്കൊക്കെ പോകാനുള്ള റിസ്ക് നല്ല കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഉറക്കക്കുറവ് കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ ഡയറ്റ് അഫക്റ്റഡ് ആവും, നമ്മുടെ ആഹാരക്രമം അഫക്റ്റഡ് ആവും. അപ്പോൾ ആ റീസൺസ് കൊണ്ട് നമുക്ക് മറ്റുള്ള അസുഖങ്ങളിലേക്ക്, പിന്നെ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മുഴുവൻ അതിനുള്ളൊരു ക്ഷീണം നമുക്ക് കാണും. നമുക്കൊരു നോർമൽ ഉറങ്ങി എണീറ്റ ഒരു ദിവസത്തെ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു ഉന്മേഷം നമുക്ക് കാണില്ല. അത് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി തൊട്ട് മുമ്പത്തെ ദിവസത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് റിക്കവർ ആയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ റിക്കവറി കുറവ് കാരണം നമ്മുടെ ഓരോ ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്യും. അത് കണ്ടിന്യൂസ്ലി ഓവർ എ ലോങ് പീരീഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ അവയവങ്ങളും പ്രവർത്തനത്തിനെ അത് ബാധിക്കും. അവയവങ്ങളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുമ്പോഴാണ് അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലേക്ക് പോകുന്നത്. നമുക്കറിയാം നമ്മളെല്ലാം ഫോൺ യൂസേജ് കൂടുതലാണ്, സ്ക്രീൻ ടൈം കൂടുതലാണ്, ലാപ്ടോപ്പ് യൂസ് കൂടുതലാണ്. അപ്പോൾ അതും നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ക്രീൻ ടൈമിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ആക്ടിവിറ്റി പോലെ, ഒരു സ്പോർട്സിലോ ഗെയിംസിലോ ഇൻവോൾവ് ആവുന്ന പോലെ ഫിസിക്കലി അനങ്ങുന്ന രീതിയിലല്ല. നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് സെഡൻറ്ററി ആയിട്ട് കണ്ടിന്യൂസ്ലി അവേഴ്സ് ഇരുന്നിട്ടാണ് നമ്മൾ ഫോൺ ടൈമിൽ ഇൻവോൾവ് ആവുന്നത്. അതിപ്പോൾ ഒരു വർക്ക് റിലേറ്റഡ് ആണെങ്കിലും ഔട്ട്സൈഡ് വർക്ക് ഫോൺ യൂസേജ് ആണെങ്കിലും ഈ ഒരു സെഡൻറ്ററി ലൈഫ് കൂട്ടും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക്, കൊളസ്ട്രോൾ, ഡയബറ്റിസ് പോലുള്ള ഒബീസിറ്റിയിലേക്ക് അത് നയിച്ചേക്കാം. അപ്പോൾ കൊളസ്ട്രോൾ, ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങൾക്കത് ഒരു ഇൻഡയറക്റ്റ് റീസൺ ആയിട്ട് വന്നേക്കാം. പിന്നെ ഈ ഫോൺ യൂസ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഇന്ന് ആൾക്കാർ കൂടുതൽ എത്ര ഷോർട്ടർ വെർഷൻ ഓഫ് വീഡിയോസ് ആണോ, എത്ര ഷോർട്ടർ വെർഷൻ ഓഫ് കാര്യങ്ങളാണോ, നമ്മളിപ്പം പണ്ടൊക്കെ യൂട്യൂബിൽ 10 മിനിറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 30 സെക്കൻഡ് റീൽസാണ് കാണുന്നത്. അപ്പം നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തേക്കാം. ഇവഞ്ച്വലി നമ്മുടെ വർക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള അറ്റൻഷൻ സ്പാനിനെയൊക്കെ ഇത് ബാധിച്ചേക്കാം എന്നുള്ള രീതിയിലൊക്കെ റീസെൻ്റ്ലി സ്റ്റഡീസൊക്കെ വരുന്നുണ്ട്. ഫോണുമായി ടോയ്ലറ്റിൽ കയറി ഒരുപാട് സമയം ചെലവഴിക്കുന്ന സുഹൃത്തുക്കളെയും നമുക്കറിയാം. അതെന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? അതേപോലെ തന്നെ അതും ഈ കണ്ടിന്യൂസ് ഫോൺ യൂസേജിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസണാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു ഡിവേർഷൻ പോലെ നമ്മൾ ഫോൺ എടുക്കും. പക്ഷേ നമ്മുടെ ഡിവേർഷൻ ആക്ടിവിറ്റി നമ്മുടെ പ്രധാന ആക്ടിവിറ്റി ആവും. നമ്മുടെ പ്രധാന ആക്ടിവിറ്റി നമ്മൾ എന്താണെന്ന് മറന്നു പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു ലോങ് ടേം അങ്ങനത്തെ രീതിയിൽ ഒരു സ്ട്രെസ്ഫുൾ പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ടോയ്ലറ്റ് യൂസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുമ്പോഴത്തേക്കും അത് ഹെമറോയിഡ്സ് പോലുള്ള അസുഖങ്ങളുടെയൊക്കെ റിസ്ക് നല്ലോണം കൂട്ടിയേക്കാം. അതും ഒരു റിസ്ക് ഫാക്ടറാണ്. ഈ പറഞ്ഞ പോലെ അത് ഫോൺ യൂസിൻ്റെ ഒരു ഇൻഡയറക്റ്റ് പ്രശ്നമായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അത് കാരണം നമുക്ക് പിന്നീട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ അസിൻ ഷാ ഫോർ വണ്ടർഫുൾ സെഷൻ. വെൽക്കം രുക്മിണി. ഞാൻ ഒന്നും കൂടെ ലാസ്റ്റ് എന്നോട്ടെന്നുള്ള രീതിയിൽ പറയുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എല്ലാം തന്നെ, എസ്പെഷ്യലി ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം തന്നെ നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്ത് മോണിറ്റർ ചെയ്ത് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കംപ്ലീറ്റ്ലി ഒരു നോർമൽ ലൈഫ് തന്നെ ജീവിക്കാൻ പറ്റുന്നതും, എന്നാൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ഒരു വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എത്തിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള അസുഖങ്ങളുമാണ്. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട അസുഖങ്ങളാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്.